ഏത് നേരം ഇങ്ങനെ പത്രത്തിൽ തലയും പൊഴുത്തിരുന്നോ? ചുറ്റും നടക്കുന്നൊന്നും അറിയണ്ടല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യൻ. അറിയേണ്ടതൊക്കെ അറിയാൻ തന്നെയാ ഞാൻ പത്രം വായിക്കുന്നത്. ലോക കാര്യങ്ങള് പിന്നെ, സ്വന്തം കുടുംബത്തിൽ നടക്കുന്നത് വേണം ആദ്യം അറിയാൻ. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തൊലച്ചിട്ട് പോ. വെറുതെ മനുഷ്യന്റെ സ്വൈര്യം കളയല്ലേ. സ്വൈര്യം കളയുന്നത് ഞാനല്ല, നിങ്ങളുടെ പുന്നാര മക്കള് തന്നെയാ. ഇത്രയും നാള് ഞാനായിരുന്നു അവരുടെ ശത്രു. പക്ഷേ ഇപ്പൊ കഥ മാറി. നിങ്ങൾക്കെതിരെയാ അവളുമാരുടെ പടപ്പുറപ്പാട്. എന്താ, വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. എന്നാ കേട്ടോ, സോമനാഥനോട് പിണങ്ങി ശ്യാമള വീട് വിട്ടിറങ്ങി. ചെന്നടിഞ്ഞത് എവിടെയാണെന്നറിയോ? പഞ്ചരത്നത്തില്. ശ്യാമളെ താലപ്പൊലി എന്തി സ്വീകരിച്ച് അവിടെ കുടിയിരുത്തിയിരിക്കുക നിങ്ങളുടെ മക്കളുമാര്. നിങ്ങളെ വേണ്ടാത്ത പെങ്ങളെ ഇപ്പോ നിങ്ങളുടെ പെമ്മക്കൾ ഏറ്റെടുത്തിരിക്കുക. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താണെന്ന് ചന്ദ്രന് പിടികിട്ടിയോ? വേറൊന്നും അല്ല, നിങ്ങളോടുള്ള വെല്ലുവിളിയാത്. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാ അമൃതയെ അനിയത്തിമാര് ഇത് ചെയ്തത്. അതിന് അങ്ങനൊരു അർത്ഥമുണ്ടോ? ഓ കഷ്ടം. അല്ലെങ്കിലും നാറുന്നതും മണക്കുന്നതൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് പണ്ടേ ഇല്ലല്ലോ. ഇങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മം. എന്നെയും എന്റെ അനിയനെയും കളിയാക്കാൻ നിങ്ങൾക്ക് 100 നാവാണല്ലോ ചന്ദ്ര. നിങ്ങള് സ്വന്തം മക്കളുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് മറക്കും. അനാവശ്യ വർത്തമാനം വേണ്ട. ഒരനാവശ്യമല്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാ ഞാൻ പറയുന്നത്. പേടിയാ നിങ്ങൾക്ക്, പേടി. സ്വന്തം മക്കളെ പേടി. മറ്റുള്ളവരുടെ കരണം തണിക്കാനും വെട്ടുകത്തി എടുത്ത് വീശാനും മടിക്കാത്തവരാ നിങ്ങളുടെ 5 പെമ്മക്കളും. വളർത്ത ദോഷമെന്ന് പറഞ്ഞാ മതി. ശരി, നിങ്ങൾ മക്കളോടൊന്നും പോയി പറയണ്ടെങ്കിൽ പറയണ്ട. പക്ഷേ അവളുമാർ ഈ ചെയ്ത ചെയ്തിന് ആ ശ്യാമളയുടെ അടുത്ത് പോയെങ്കിലും നിങ്ങൾ 2 വർത്തമാനം പറയണം. പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ പുന്നാര പെങ്ങള് കരാട്ടയൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അവളോടൊന്നും സംസാരിച്ചാൽ എന്താ, നിങ്ങളുടെ നാവ് അലിഞ്ഞു പോകും. നാട്ടിലുള്ള ആണൊരുത്തനാണെങ്കിൽ ഇപ്പോഴെങ്കിലും പ്രതികരിക്കണം. അല്ലാതെ ഇങ്ങനെ മുനിയെപ്പോലെ വീട്ടിൽ കയറിയിരുന്ന് തപസ് ചെയ്യുവല്ല വേണ്ടത്. ഞാനിപ്പോ അവിടെ പോയി എന്ത് പറയണമെന്നാ നീ പറയുന്നേ? ഇനി ഞാൻ അതും കൂടെ ഉരുട്ടി കഴിപ്പിച്ച് വിടാം. മനുഷ്യർക്ക് തോൽവി സംഭവിക്കാം, പക്ഷേ അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുക്കാൻ നിൽക്കരുത് ചന്ദ്ര. എനിക്കതേ പറയാനുള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.